ശലഭം സ്റ്റിച്ചിങ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു സ്ലിറ്റഡ് ചുരിദാർ എങ്ങനെ അളവെടുത്ത് കട്ട് ചെയ്തെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്ന് നോക്കണ്ടേ. അതിനായിട്ട് നമ്മൾ ഫ്രണ്ട് കഴുത്തിന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടില്ലായിരുന്നോ. ആ ഷേപ്പ് നമുക്ക് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ മടക്കി ഇങ്ങനെ ചുറ്റിലും ഇങ്ങനെ തയ്ച്ചു കൊടുക്കാവേ. എന്നിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഷേപ്പിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ചുറ്റിലും ഇങ്ങനെ തയ്ച്ചു കൊടുക്കാവേ. നമ്മൾ ഇങ്ങനെ ചുറ്റിലും തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ആ തയ്ച്ച ആ സ്റ്റിച്ചിൽ കൊള്ളാതെ നമ്മളിതിങ്ങനെ കുറച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വിടണേ. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ഇതിങ്ങനെ മടക്കി വെക്കുമ്പോൾ നല്ല രീതിയിൽ കഴുത്തിന് നല്ല ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്ത് അത് ആ തയ്യലിൽ കൊള്ളാതെ വേണേ അതിങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക വിടാനായിട്ട്. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ നമ്മൾ ഈ ഷേപ്പ് വെച്ചില്ലേ, ആ ഷേപ്പ് തയ്ച്ചതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നമുക്ക് പതിച്ച് ഒന്ന് തയ്ച്ചു കൊടുക്കാമേ. ഈ ചുരിദാറിൻ്റെ പീസിൻ്റെ മുകളിൽ കൂടെയല്ല, നമ്മൾ ഷേപ്പ് വെച്ച് കൊടുത്തിട്ടില്ലേ അതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് ഇങ്ങനെ ഈ അരികെ ചേർത്ത് നമുക്ക് ഇങ്ങനെ ചുറ്റിലും ഇങ്ങനെ പതിച്ച് തയ്ച്ചെടുക്കാമേ. അതിങ്ങനെ ഇങ്ങനെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഷേപ്പ് നമുക്ക് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ മടക്കി കണ്ടോ, ഇങ്ങനെ നല്ല ഇതായിട്ട് ഇങ്ങനെ നല്ല അകത്തേക്ക് ഇങ്ങനെ മടക്കി എടുക്കാവേ. മടക്കി വെച്ചിട്ട് നമുക്ക് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നമുക്കത് ഒന്നുകൂടെ പതിച്ചിങ്ങനെ തയ്ച്ച് കൊടുക്കാവേ. ഇനി നമുക്ക് ബാക്ക് പീസ് എടുത്തിട്ട് അതിന് നമുക്ക് ഷേപ്പ് വെച്ച് കൊടുക്കാമേ. അതിനിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ക്രോസ് പീസാണ്. ക്രോസ് പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാനിതിന് മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ, അതൊന്ന് പോയി നോക്കണേ. അപ്പോൾ ഇങ്ങനെ ക്രോസ് പീസ് വെച്ചിട്ട് നമുക്കിങ്ങനെ ഈ ബാക്ക് കഴുത്ത് നമുക്കിങ്ങനെ തയ്ച്ചെടുക്കാവേ. അങ്ങനെ നമ്മൾ ബാക്ക് പീസ് ഇങ്ങനെ ഷേപ്പ് ഇങ്ങനെ തയ്ച്ച് എടുത്തിട്ടുണ്ട്. ആ ബാക്ക് പീസിൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ബാക്ക് പീസിൻ്റെ നല്ല വശത്തോട്ട് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ തയ്ച്ചു കൊടുക്കാവേ. അതായത് ബാക്ക് പീസിൻ്റെ നമ്മൾ ഷേപ്പ് വെച്ചില്ലേ അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഫ്രണ്ട് പീസിൻ്റെ ഷേപ്പ് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ രണ്ട് വശത്തേക്കുള്ള ഷോൾഡർ നമുക്ക് തയ്ച്ചു കൊടുക്കാവേ. നമ്മൾ ഷോൾഡർ രണ്ടും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ നമ്മുടെ ഷേപ്പ് വെച്ചില്ലായിരുന്നോ അത് നമുക്കിങ്ങനെ കഴുത്ത് ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാവേ. ബാക്ക് പീസ് നമുക്ക് അകത്തേക്ക് മടക്കി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പതിച്ച് തയ്ച്ചു കൊടുക്കാവേ. ഇനി നമുക്ക് കൈ തയ്ച്ചു കൊടുക്കാവേ. അതിനായിട്ട് രണ്ട് പീസ് ഇങ്ങനെ പറഞ്ഞില്ലായിരുന്നോ, നമ്മൾ പ്രില്ല് വെച്ചിട്ടുള്ള കൈയാണ് തയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ. അതിന് നമുക്ക് ഒരു സൈഡ് ഇങ്ങനെ മടക്കി
തയ്ച്ചെടുക്കാമേ. എന്നിട്ട് അപ്പുറത്തെ വശം തേരുവശം ആയതുകൊണ്ട് നമുക്കത് മടക്കി തയ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്കിങ്ങനെ ചെറിയ മടക്കി ചെറിയ മടക്കി നമുക്ക് ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാമേ. അങ്ങനെ നമ്മളിങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് നമ്മളിങ്ങനെ 2 കൈ ഇങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഈ ടോപ്പിൻ്റെ നല്ല വശത്തോട്ട് നമ്മളിങ്ങനെ ഈ കൈയുടെ നല്ല വശം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ തയ്ച്ചെടുക്കാവേ. നല്ല വശവും ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ തയ്ച്ചെടുക്കേണ്ടത്. കണ്ടല്ലോ അല്ലേ? ഇങ്ങനെ നമ്മൾ നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കാവേ. ഇങ്ങനെ നമുക്ക് 2 കൈയും ഇതുപോലെ തയ്ച്ചെടുക്കാവേ. അല്ലെങ്കിൽ ഇങ്ങനെ ഇതിൽ വെച്ച് തന്നെ ഇങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ അറിയാമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇനി നമുക്കിങ്ങനെ നിവർത്തിയിട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ നമുക്ക് അളവ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാവേ. എനിക്കിവിടെ വേണ്ടത് കൈ ഒരു 7 ഇഞ്ചാണ്. അത് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി കുറച്ച് ലൂസ് വേണം, കാരണം ഇത് ഫ്രില്ല് വെച്ചിട്ടുള്ള കൈയാണല്ലോ, അപ്പോൾ കുറച്ച് ലൂസ് ഇടുന്നുണ്ട്. അപ്പോൾ ഒരു 7 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി. എന്നിട്ട് ചെസ്റ്റ് 38 ഇഞ്ച് അല്ലായിരുന്നോ, അതിൻ്റെ പകുതി എത്രയാണോ പകുതിയുടെ കൂടെ നമ്മൾ 1 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പും കൂടെ കൂട്ടി നമ്മൾ ഇങ്ങോട്ട് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ നമ്മൾ സ്ലിറ്റ് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നമുക്കിത് വരച്ച് ഷേപ്പിൽ ഇതിങ്ങനെ വരച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ തയ്ച്ച് വന്ന് നമുക്ക് അവിടെ സൂചി അവിടെ നമുക്ക് കുത്തി നിർത്താനുള്ളതാണ്. അവിടെ കുത്തി നിർത്തിയിട്ടാണ് നമ്മൾ സ്ലിറ്റ് തയ്ച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 വശവും നമ്മളിങ്ങനെ അടയാളപ്പെടുത്തുന്നത്. അവിടെ വരെ തയ്ച്ച് നമ്മൾ സൂചി അവിടെ കുത്തി നിർത്തിയിട്ട് നമ്മൾ സ്ലിറ്റ് തയ്ച്ചു. ഇതിങ്ങനെ തയ്ച്ചു കൊടുക്കാവേ. നമ്മളിങ്ങനെ വരച്ചു കൊടുത്തിട്ടില്ലായിരുന്നോ, അതേ കൂടെ നമുക്ക് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ തയ്ച്ചു കൊടുക്കാവേ. ഇങ്ങനെ നമ്മൾ തയ്ച്ച് എടുത്ത് നമ്മൾക്ക് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തില്ലായിരുന്നോ, അവിടെ നമുക്ക് സൂചി കുത്തി നിർത്താവേ. എന്നിട്ട് നമുക്ക് അപ്പുറത്തെ വശവും ഇതുപോലെ തന്നെ നമുക്ക് തയ്ച്ച് ഇങ്ങനെ സൂചി കുത്തി നിർത്തി എടുക്കാവേ. നമുക്ക് സ്ലിറ്റ് എങ്ങനെയാണ് തയ്ച്ചു കൊടുക്കുന്നത് നോക്കാവേ. അതിനായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് മടക്കി അതിനെ ഒന്നുകൂടെ മടക്കി ഇങ്ങനെ എടുക്കാവേ. കണ്ടല്ലോ, കുത്തി നിർത്തിയ ഭാഗമില്ലേ, അവിടെ നിന്ന് താഴേക്ക് കണ്ടോ, നമ്മൾ സൂചി കുത്തി നിർത്തിയ ഭാഗത്തു നിന്ന് താഴേക്ക് നമുക്കിങ്ങനെ മടക്കി എടുക്കാവേ. എന്നിട്ട് നമുക്ക് ഇപ്പുറത്തെ വശവും നമ്മൾ ഇതുപോലെ തന്നെ മടക്കി കൊടുക്കണേ. മടക്കി കൊടുത്തിട്ട് നമ്മളതിവിടെ നമുക്കിങ്ങോട്ട് ഇപ്പുറത്തെ സൈഡിൽ നമുക്കൊരു മാർക്ക് ചെയ്ത് കൊടുക്കാമേ. നമ്മളിങ്ങനെ സ്ലിറ്റ് ഇങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ തയ്ച്ച് വന്നിട്ട് ഇങ്ങനെ നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് ഇങ്ങനെ തയ്ച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ താഴെ ഭാഗത്തു നിന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നമുക്ക് സ്ലിറ്റ് തയ്ച്ച് ഇങ്ങനെ എടുക്കാവേ. ഇങ്ങനെ വന്നിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്ത് ഈ സൈഡിൽ വരുമ്പോൾ നമുക്ക് സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് നമുക്ക് ഇപ്പുറത്തേക്ക് തിരിച്ച് തയ്ച്ച് എടുത്ത് നമുക്ക് താഴേക്ക് ഈ സൈഡും ഇങ്ങനെ തയ്ച്ച് എടുക്കാവേ. മനസ്സിലായല്ലോ അല്ലേ? ഇങ്ങനെ ശ്രദ്ധിച്ച് നമുക്ക് ഇങ്ങനെ തയ്ച്ചെടുക്കാവേ. അങ്ങനെ നമ്മൾ സ്ലിറ്റ് ഇങ്ങനെ ഒരു തയ്ച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ വശത്തും ഇതുപോലെ തന്നെ നമുക്ക് സ്ലിറ്റ് തയ്ച്ചെടുക്കാവേ. മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായല്ലോ അല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ പറഞ്ഞു തരാവേ.
അങ്ങനെ 2 സൈഡും നമ്മൾ സ്ലിറ്റ് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ ഭാഗം നമുക്ക് അടിവശം നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കാവേ. അങ്ങനെ 2 വശവും നമ്മൾ അടിവശം ഇങ്ങനെ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ താഴത്തെ വശത്ത് ഒന്നുകൂടെ നമുക്ക് തയ്ച്ചു കൊടുക്കാം. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ തയ്ച്ച് ഇങ്ങനെ ഈ സൈഡിൽ കൂടെ തയ്ച്ച് നമുക്ക് അപ്പുറത്തെ വശം വരെ ഇങ്ങനെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുമേ. അത് നല്ല സ്ലിറ്റൊക്കെ നല്ല ഇങ്ങനെ സ്റ്റിഫായിട്ട് ഇങ്ങനെ നന്നായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ തയ്ച്ചെടുക്കുന്നത്. അങ്ങനെ നമ്മൾ സ്ലിറ്റഡ് ചുരിദാർ തയ്ച്ചെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ? ഇങ്ങനെ നിങ്ങളൊന്ന് തയ്ച്ച് നോക്കണേ. വളരെ ഈസിയാണ് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാവേ. അപ്പോൾ മറ്റൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.